യോഹന്നാൻ ഇപ്പോൾ വള്ളത്തിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ഇരുന്ന് പണിമേടിച്ച ഒരാളുണ്ട് ബൈബിളിൽ. ആരാണെന്നറിയാമോ? ബെഥനിയിലെ മറിയം. മേരി മാഗ്ദലനല്ല, അത് മഗ്ദലയിലെ മറിയമാണ്. ലാസറിൻ്റെ പെങ്ങളെ ബെഥനിയിലെ മറിയമാണ്. ആ പാർട്ടി ഇരുന്ന് പണിമേടിച്ച ആളാണ്. എപ്പോഴും പറഞ്ഞേക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരുന്നെന്ന് പറയുമ്പോൾ ഇരുന്ന് ജപമാല ചൊല്ലുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വല്ല കുഴപ്പമുണ്ട്. പക്ഷേ പണിമേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ കാര്യം? നമ്മൾ അത് കർത്താവാണെന്ന് പറയുന്ന അത്തരം കൊണ്ട് ഏറ്റു പറയണത് കറക്റ്റാണ്. പക്ഷേ അതേസമയം തന്നെ ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിന് ഇറങ്ങി പ്രവർത്തിക്കാത്തോളം കാലം ഉടമ്പടിയുടെ സ്പീഡ് ഉണ്ടാകത്തില്ല. ഉടമ്പടി ലക്ഷ്യം ഫ്ലോപ്പാകാൻ സാധ്യതയുണ്ട്. ഈ നിങ്ങൾ 10:39 ലൂക്കാൻ്റെ സുവിശേഷം എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ വചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വചനം വായിക്കും, പക്ഷെ നടപ്പിൽ വരത്തില്ല. വചനം വായിക്കുന്നതിന് ഒരു പഞ്ഞുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ വചനം എഴുതണവരുണ്ട്. ഒരു ജന്മം മുഴുവനും വചനം 3 ബൈബിളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. എഴുതുന്നതും വായിക്കണതല്ല, അത് ഫസ്റ്റ് ഹാഫാണ് സാധനം. ഇത് എക്സിക്യൂട്ട് ചെയ്യണം, വചനം നടപ്പിൽ വരുത്തണം. മറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ലാസ്റ്റിൻ്റെ 2 പെങ്ങന്മാരാ. ഒന്ന് മറിയം എന്താണ്? കർത്താവ് പറയണ വചനം കേട്ടോണ്ടോ, ഇനി വചനം എഴുതിക്കൊണ്ടോ, വചനം വായിച്ചോണ്ടോ അവിടെ തന്നെ ഇരുന്ന്. ഈ ഇരിപ്പുകാർ ഭയങ്കരമാണ്. ഇരിപ്പുകാർ എന്നും ഇരിപ്പുകാരായിരിക്കും. ലാസർ മരിച്ചില്ല, എൻ്റെ ഇടയ്ക്ക് കുടുംബത്തിൻ്റെ ആണും പോയി, തുണയും പോയി, താങ്ങും പോയി. മറിയത്തിൻ്റെ ഐസി പൊട്ടിപ്പോയി. ഇരിപ്പുകാരുടെ അവസ്ഥ കണ്ട. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കാൻ പറ്റും. 11:20 യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. ചമ്മന്തി അരിച്ച പാർട്ടിയാണ് ഇപ്പം ചാടി മുമ്പിൽ വീണിരിക്കണത്. കണ്ടില്ലേ? കളിമാറണം കണ്ടില്ലേ? എന്താ പറയണത്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. പുറത്തേക്ക് വന്നതാരാണ്? മാർത്തായാണ്. മറ്റത് മിണ്ടാമടത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മിണ്ടാമടം തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ അത് ഫസ്റ്റ് ഹാഫ് മാത്രമാണ്. യു മസ്റ്റ് ആക്ട്. അത് വേറെ ഒരു വിഷയമാണ്. കാരണം യേശു കർത്താവാണെന്ന് പറയണത് ഒരു യേശു കർത്താവാണ്. അതിൻ്റെ 10:9 രക്ഷ കരഗതമാകുന്നതിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു. അതിനെന്ത് ചെയ്യണം എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? യാക്കോബ് 2:17 വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തി ഇല്ലാത്തുള്ള കാലം പ്രാർത്ഥന മാത്രമാണെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ പണി കിട്ടിയ ആളാണ് മറിയത്തെ എന്താ പണി കിട്ടിയിട്ട് നോക്കിയേ. ആ വായിച്ചേ 11:20 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അത് വല്ല കാര്യമുണ്ട് പറയാൻ. അത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ. വീട്ടിൽ ഇരുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്നത് പറയേണ്ട കാര്യമില്ലല്ല. മർത്ത ചെന്നെന്ന് പറഞ്ഞാൽ മതില്ലേ? നല്ല കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ മോശം കാര്യം പറയണത്? പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറയണത്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ ധരിക്കരുത്. പുറത്തിറങ്ങി വരണം. പുറത്തിറങ്ങി വന്നുള്ള ഗുണം എന്താണ്? മാർത്തായോട് എന്താ പറഞ്ഞത്? മറിയത്തിന് കൊടുക്കുക. ഈ വചനം മുഴുവൻ പണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴേ കേട്ടോണ്ടിരുന്ന ആരാണ്? മറിയം. പക്ഷേ മറിയത്തിന് ആ വചനം പ്രയോജനപ്പെട്ടില്ല. മറിയം കേട്ടു എന്നുള്ള കാര്യം സത്യമാണ്, വിശ്വസിച്ചില്ല. എബ്രായർ 4:2 ശ്രുതികട്ടെ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. മറിയം അത് വിശ്വസിച്ചിട്ടില്ല, കേട്ടോണ്ടിരുന്ന. ഈ വായിക്കുന്ന പല ആൾക്കാരും വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വായിക്കാത്തവൻ വചനം നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ അവനാണ് വിശ്വാസി. ഇത് കുറച്ച് വിഷയമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു വിഷയമുണ്ട്. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കാൻ പോണത്? യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്താണ്? ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം എന്നല്ലാതെ യേശുവിൻ്റെ ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഈ വെളിപാട് ആർക്കാ കിട്ടിയത്? 11:25 യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. യേശു അവളോട് പറഞ്ഞു. ആരോട്? മാർത്തായോട്. എന്താ പറഞ്ഞത്? ഞാനാണ്
പുനരുത്ഥാനവും ജീവനും. ഇത് മറിയത്തോട് പറയേണ്ടതായിരുന്നു. കാര്യം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെളിപാടാണ്. പത്രോസിനെ കിട്ടിയതിനേക്കാളും യോഹന്നാനെ കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ വെളിപാടാണ്. എന്താണ്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇതെന്തിനാണ്? ഇത് മറിയത്തിന് കിട്ടേണ്ടതാണ്. കാര്യം മറിയത്തിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അക്കാഡമിക് സർട്ടിഫിക്കറ്റ് എടുത്തല്ല ഈശോ അന്ന് വന്നപ്പോൾ. നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യം തിരഞ്ഞെടുത്തു. പക്ഷെ നല്ല കാര്യം തിരഞ്ഞെടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും രണ്ട് കേസാണ്. നല്ല കാര്യം തിരഞ്ഞെടുത്തെന്നേ പറഞ്ഞുള്ളൂ ഈശോ, അത് നടപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞില്ല. തിരഞ്ഞെടുത്ത ആളല്ല നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. അതാരാണ്? അത് അന്ന് കഞ്ഞിയും കപ്പയൊക്കെ ഉണ്ടാക്കാൻ പോയ കക്ഷിയില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു തല കാണിച്ച് ചെവി കാണിച്ച് കർത്താവിൻ്റെ വചനം കേട്ടയാൾ, അയാളാണ് ചാടി ആദ്യം വന്നത്. ആങ്ങളെ മരിച്ചാലും അതായത് ഉള്ള തൂണും തുണയും നഷ്ടപ്പെട്ടാലും അവൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഐ നോ ഇറ്റ്. അത് വചനത്തേക്കാൾ ഉപരി നിന്നോട് സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. അതുകൊണ്ട് ആണ് ഈശോ നോക്കൂ അവൻ അവരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരാളാണ് മാർത്ത. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നവൻ അത് പ്രഖ്യാപിക്കാൻ ആദ്യമേ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോഴും വചനം കേൾക്കാതിരുന്ന അന്ന് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കാൻ പോയ മാർത്ത പറയുവേ, അന്തിമ നാളിൽ ഐ നോ ഇറ്റ് മൈ ലോർഡ്, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ആരോട് പറഞ്ഞു? മാർത്തായോട് പറഞ്ഞു. ആരാണ് ഇറങ്ങി പുറപ്പെടുന്നത്? ആരാണ് ആദ്യം വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ആരാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തെ നീതീകരിക്കുന്നവർ? അവൻ കർത്താവ് അവനെ വിളിക്കും, കർത്താവിനെ വെളിപ്പെടുത്തും. ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 21:17. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത്? മാർത്തായിക്ക്. എന്താണ് അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം? മാർത്ത, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് മാർത്ത പറയണത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്താൽ ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാകത്തില്ല, ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കുക. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് വെളിപാടുകൾ, ഓരോ വഴികൾ വഴികൾ തെളിഞ്ഞ് വരണത്. ഇപ്പം ചില പറഞ്ഞല്ലേ, അച്ഛാ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം അച്ഛൻ്റെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ ഞങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോഡ് എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ ഓർക്കണില്ല, പണ്ടെങ്കോ പറഞ്ഞതാണ്. ഈ വചനത്തിനിടയ്ക്ക് വരുന്നതല്ലേ. പക്ഷേ അവർക്ക് അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. എന്താണ്? അവർ പ്രോസസ്സിങ്ങിന് വെയിറ്റ് ചെയ്യാൻ. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, അതാണ് സംഭവം. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യാൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ ദൈവപൈതലെ, കടം, രോഗം, ജീവിതം, ജോലി, യാത്ര അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ ഈ 14-21 വർക്കൗട്ട് ചെയ്യും. എന്താണ് വർക്കൗട്ട് ചെയ്യണത്? ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വെളിപാടുകൾ വ്യക്തിപരമായി സ്വീകരിക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. ഗലാത്യർ 4:5-6. ശ്രുതികട്ടെ. ഗലാത്യർ 5:6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഒന്ന് പറഞ്ഞേ. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗലാത്യർ 5:6. ദൈവസ്നേഹത്തിലൂടെ പിന്നെന്ത് ചെയ്യണം? പ്രവർത്തന നിരതമായിരിക്കണം. ഉടമ്പടി നിങ്ങളെ പ്രവർത്തന നിരതമാക്കും. ഉടമ്പടി എടുത്തിട്ട് ഈ കല്ലറല് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? ഗലാത്യർ 5:6 എന്താ പറയണത്?
ഒന്ന് പറഞ്ഞ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ വെളിപാടുകൾ കിട്ടും വരെ ഉടമ്പടിയിൽ വളരാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വളരെ തീഷ്ണമായ ദൈവസ്നേഹത്തോടെ ദൈവഭക്തിയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവേ, അങ്ങ് ജീവിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കുർബാനയിലെ സ്വർഗീയ ജ്വലിപ്പോടുകൂടി ഇളങ്ങി നിൽക്കുന്ന ഈ അഭിഷേക നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അതിന് അനുപാതികമായ ആരാധനയ്ക്ക് യോഗ്യമായ ചുതിപ്പുകളാൽ അക്ഷരങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധനയ്ക്ക് യോഗ്യമായ വിശ്വാസത്താൽ, യോഗ്യമായ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. അതീവമായ വിശ്വാസം, അതീവ സ്നേഹം, അതീവ പ്രത്യാശ, അതീവ ശരണം, ഇതെല്ലാം കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ആൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ള, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കാരണം അവൻ തൻ്റെ വിശുദ്ധ ശരീരത്താൽ അതിലനുഭവിച്ച പീഡാസകനങ്ങളാൽ അതിനേക്കാളുപരി ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ പിതാവിൻ്റെ പക്ഷത്തു നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മാനവരാശിയുടെ ഉത്ഥാനത്തിന് വേണ്ടി സ്വന്തം ശരീരവും സ്വന്തം ജീവനം നമുക്ക് വേണ്ടി ചൊരിഞ്ഞവൻ, പിതാവായ ദൈവം സർവ്വമഹത്വത്തോടെ ഉയർത്തുന്നേറ്റവൻ, ഒരു തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ആയിരിക്കുവാൻ വേണ്ടി മാത്രമേ എളിമ കാണിച്ചവൻ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് തൻ്റെ മക്കളെ അവിടുന്ന് വാഗ്ദാന നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്. ഏതെങ്കിലും ഒരു ക്ലേശങ്ങളിലൂടെയാണ് എൻ്റെ സഹോദരൻ പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് ആദ്യമായി അവസാനം പറയുന്നത് ഇതാണ്: ഇന്ന് കാണുന്ന ക്ലേശങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. പക്ഷേ ദൈവവേദനെ ഈ ക്ലേശകാലത്ത് ദൈവം ആരാണെന്ന് നീ അറിയണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വചനം വായിച്ചത് എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. ശ്രുതികടെ 29:14 തിരുവചനം. നിങ്ങൾ എന്നെ കണ്ടെത്താൻ പറഞ്ഞേ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ ഇതിന് സമാനമായ വേറൊരു വചനമുണ്ട്. എന്താ ഈ വചനം എന്ന് പറയുന്നത്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടപടിയിൽ വരുത്തുന്നത്. എന്തനുഭവങ്ങൾ നമുക്കുണ്ടായാലും അതിനെല്ലാം കർത്താവിൻ്റെ വാഗ്ദാനമുണ്ടാകും, വാക്കിൻ്റെ ദാനമുണ്ടാകും. അല്ലാതെ വചനത്തിലില്ലാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തനുഭവിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സന്ധ്യ അജി എന്ന് പറഞ്ഞ ഒരു മോളാണ്, പുനലൂർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് കൈക്ക് അലർജിയാണ്. 10 വർഷമായിട്ടുള്ള അലർജിയാണ് ഈ സന്ധ്യ അച്ചിക്ക്. 10 വർഷമായിട്ട് കൈ ഇങ്ങനെ പൊട്ടി അളിഞ്ഞിരിക്കുന്നതാണ്. സന്ധ്യ അജിയുടെ ഒരൊറ്റ സാക്ഷ്യം വെച്ചാൽ അവർ ഓൺലൈനാണ് ഉടമ്പടി ആദ്യം ചെയ്തത്. പക്ഷേ 10 വർഷമാണെന്ന് ഓർക്കണം. ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കറിയാം കൃപാസനത്തിൽ ദൈവം 3-4 അനുഗ്രഹത്തിൻ്റെ ചാലുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓൺലൈൻ ഉടമ്പടി, അതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ്. ലോകത്തുള്ള എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഒരു അത്യാഹിത സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിനെ ഫോൺ ചെയ്ത് ആളെ കിട്ടിയോ ഇല്ലയോ ഒന്നുമില്ല, കമ്പ്യൂട്ടർ എടുത്തതിന് ശേഷം ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ് കൃപാസനം മരിയൻ്റെ കൂടെ അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം കൃപാസനത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലെ കൃപാസനത്തിൻ്റെ ആത്മീയ ആസ്തികളിലേക്ക്. ആത്മീയ ആസ്തികൾ എന്ന് പറയുന്നത് എന്താണ്? 1987 മുതൽ ഇന്ന് വരെ എങ്ങനെയായാലും ഒരു 100 കോടി ജപമാല ചൊല്ലിക്കാണും. കൃപാസനത്തിൽ ആയിരക്കണക്കിന് പ്രേക്ഷിതരെ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് കൺവെൻഷൻ്റെ ഉണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഉൾപ്പെടെ ഈ 32 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ ആ ആസ്തികളിലേക്കാണ് നിങ്ങൾ വിടുന്നത്. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് പേര് കുത്തിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആ ഒരു ശുഷ്കമായ ആസ്തികളിലേക്കല്ല.
നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് ലൈറ്റക്കാൻ്റെ പേരൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു 100 കോടി ജപമാലയുടെ ആസ്തികളിലേക്കും അത്രയും തന്നെയുള്ള അതുപോലെയുള്ള കൃപാസനം നടത്തിയുള്ള ആരാധനകൾ, ഉപവാസങ്ങൾ, അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ കർത്താവിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സുവിശേഷ സാക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ അറ്റ കൈക്ക് നിങ്ങളെ വേദനയോടെ ഒരു വിഷയം പറയുമ്പോൾ ആദ്യം നമ്മളെ സഡൻ റിലീഫ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതാ ലൈറ്റേക്കൻ റിപ്പയർ റിക്വസ്റ്റിൻ്റെ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ മാനിഫെസ്റ്റോ വായിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാണ് അനുഗ്രഹമായി മാറണമെന്ന്. കാര്യം നമുക്കറിയാമല്ലോ, നമ്മളെ വിശുദ്ധന്മാർക്ക് ആത്മീയമായ ഇടിവെപ്പില്ലേ ഇല്ലേ? നമ്മളുടെ വിശുദ്ധന്മാരുടെ അല്ലെ സഭയുടെ പുണ്യന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശുദ്ധ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പുണ്യന്മാരുടെ പുണ്യപ്രവർത്തികളുണ്ട്, അവിടെ ജീവത്യാഗങ്ങളുണ്ട്, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ളവരുടെ രക്തസാക്ഷിത്വമുണ്ട്. അത് മഹത്തായ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു നിക്ഷേപമാണ്, പുണ്യത്തിൻ്റെ നിക്ഷേപമാണ്. അത് സഭയുടെ അവർ വിജയസഭയിലുള്ള ആൾക്കാരാണ്. നമ്മൾ സഹന സഭയുടെ കാലങ്ങളിലേക്ക് അല്ലേ നമുക്ക് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് മാധ്യസ്ഥമാണ്, സിമ്പിൾ മാധ്യസ്ഥമാണ്. യേശുവിൻ്റെ കാലത്ത് പോലും വിജാതിയർ പോലും ഇപ്പോൾ യഹൂദ പ്രമാണികൾ വന്നിട്ട് ശതാധിപന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കണ്ടല്ലേ, അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. ഇപ്പോൾ വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോഴേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ലൂക്കാസ് സുവിശേഷം 7:5, അതായത് ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്നതിന് യഹൂദ പുരോഹിതന്മാർ പ്രമാണികൾ വരുന്നതാണ്. പക്ഷെ അവർ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് നോക്കിയേ. ലൂക്കാസ് സുവിശേഷം 7:5, അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഇപ്പോൾ ഈശോ തന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇപ്പോൾ ഈശോ തന്ന സന്ദേശമാണിത്. അതായത് ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 100 പട്ടാളക്കാരുടെ അധിപൻ. ആരുടെ ഓഫീസറാണ് അയാൾ? റോമൻ ഓഫീസറാണ്. റോമൻ ഓഫീസർ ആരാണ്? യഹൂദനല്ലാത്ത യഹൂദർക്ക് വിജാതീയനായ റോമൻ ഓഫീസറിൻ്റെ ഭൃത്യനാണ് അസുഖം ബാധിച്ച് കിടക്കുന്നത്. അപ്പോഴേ ശതാധിപന് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരാന്നതിന് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്തൊരു എളിമയോടെയാണ് മനുഷ്യൻ പറയണത്. അങ്ങനെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവിൻ്റെ അടുത്ത് മുമ്പിലൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസ്പോസിഷൻ അല്ലെങ്കിൽ പണിയായിരിക്കും. കാര്യം ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറണം. പല ആൾക്കാർക്കും വരുന്ന അനുഭവങ്ങൾ എന്താ വെച്ചാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറുന്നില്ല. ഇപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ വാതിക്കെ പോകുമ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകണമെങ്കിലും ദേവാലയം കണ്ടാൽ പാഞ്ഞു പോകുന്നത്. ചിലപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ആ സ്പീഡിൽ തന്നെ വന്ന് തല പിടിച്ചിടും അവിടെ. എന്താ കാര്യം? അതിൽ ഈശോ ഇരിപ്പുണ്ടെന്നൊരു ബോധമാണ്. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാൾ ഒരു പ്രഖ്യാപനം എന്നതിനേക്കാളുപരി പിന്നീട് വരുന്നതാണ്. പക്ഷെ ആദ്യം വരുന്നത് ബോധമാണ്. ബോധം, ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം വന്നാൽ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ ശതാധിപന് ഭയങ്കര ബോധമാണ് ഈശോയെക്കുറിച്ച്. അയാൾ എന്താ പറയണത്? അയാൾ പറയാൻ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അവൻ വീടിനോടടുക്കാറായപ്പോൾ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അതാണ് സംഭവം. ശതാധിപൻ തിരിച്ചു വരിക ഭൃത്യന്മാരുടെ പുറകെ അയാൾ എത്തിക്കണം ഈശോയുടെ അടുത്ത്. പക്ഷേ ആ എത്തലൊരു ഒരു വല്ലാത്തൊരു എത്തലായിപ്പോയി. എന്നിട്ട് ഈ മനുഷ്യൻ പറയണ വാക്കുകൾ ഭയങ്കരമാണ്. എന്താണ്? കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടണ്ട. പിന്നെന്താ പറയണത്? അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് സംഭവം. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. എൻ്റെ മക്കളെ, ഇത് പറയണതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയും. പക്ഷേ അതല്ല പ്രശ്നം. ഇതിന് ഒരു അഭിഷേക ലെവലുണ്ട്. അയാൾ അങ്ങനത്തെ പറയുന്നതാണ്, അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്ത് പറ്റും? എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. പിന്നെ അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അധികാരമുണ്ട്, അധികാരത്തിന് വിധേയനാണ്, സീസറിൻ്റെ കീഴിലുള്ള ഓഫീസറാണ്, തൻ്റെ കീഴിൽ പടയാളികളുണ്ട്. പക്ഷേ ഒരാളോട് പോകാൻ പറയുമ്പോൾ പോകുന്നു, വരാൻ പറയുമ്പോൾ വരുന്നു. എല്ലാം എൻ്റെ ഒരു കൺകോണിൻ്റെ കൽപ്പനയിലാണ് ഞാൻ ഇവിടെ അത്രയും അധികാരം ജീവിക്കുകയാണ്. പക്ഷേ നീ ഇത്രയും പൊസിഷൻ എനിക്കുണ്ട്, പക്ഷേ അതൊന്നും ഒരു കഥയില്ല നിൻ്റെ മുമ്പിൽ വരുമ്പോൾ. ഇങ്ങനെ വല്ലാത്ത ഒരു എളിമയും വിനയത്തിൽ നിന്ന് ദൈവം ആരാണെന്ന് ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്. അതൊരു തരം പ്രഖ്യാപനമാണ്.
അപ്പോൾ ദൈവം ആരാണെന്ന് അറിയണത് മാത്രമല്ല, അറിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു എൻ്റെ എക്സ്പ്രഷൻ ഇല്ലേ, ആരാധ്യമായ അവിടുത്തെ തിരുസന്നിധിയും മാലാഖമാർ പോലും ഭയന്ന് വിറക്കുന്ന തിരുസന്നിധിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന അഡ്ഹിയറൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ വർക്കല്ല, അത് ഒരു ബോഡി ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഓരോ നേർച്ചപ്പാടുകളൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ നിരങ്ങി വരും, ചിലർ ഉരുണ്ട് വരും, ചിലർ മുട്ടയും അടിച്ച് നടക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു സമർപ്പണത്തിൻ്റെ, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവർ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ അത് ഒരു വലിയ ചീത്താണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വെച്ചാൽ അവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കും. ബൈബിളെന്ന് പറയണത് എങ്ങനെ പെട്ടെന്ന് ദൈവത്തെ അനുഭവിക്കാവുന്ന ലോകത്തോട് പറയുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും വലിയ പുസ്തകമാണ്. എങ്ങനെ ദൈവത്തെ എത്ര പെട്ടെന്ന് അനുഭവിക്കാം കർത്താവിനെ കാണുമ്പോഴേ. പക്ഷെ അങ്ങനെയുള്ള ആരാധനയ്ക്കുള്ള ഒരു സമർപ്പണമില്ലേ, അത് നമ്മൾക്ക് അഭിഷേകമായിട്ട് കിട്ടണം. ഇപ്പം നമുക്കൊക്കെ ഉള്ളത് അപ്പന്മാർ പറഞ്ഞ അപ്പം പറഞ്ഞ അമ്മ പറഞ്ഞൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആചരിച്ചു പോകണം. അതല്ല, നമ്മുടെ ആത്മാവിൽ തന്നെ ഒരു അവബോധവും ഒരു തിരിച്ചറിവൊക്കെ വന്നിട്ട് നമുക്ക് അഭിഷേകമായിട്ട് കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന്. അങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിംഗ് വരണത് നമ്മുടെ വിശ്വാസത്തിന്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസത്തെക്കാളും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു അനുഭവവും അഭിഷേകവും ആന്തരിക ബോധ്യവും ലഭിക്കാൻ ഞങ്ങളെ ഇപ്പോഴേ ഈ നിമിഷം ആരാധനയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓരോ ലെവലുകൾ നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോഴേ. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സൊരുങ്ങിയിരുന്ന കുറച്ച് വിഷയങ്ങൾ ഈശോ അങ്ങ് മാറ്റുകയാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ലെവലിനെക്കുറിച്ച്, ശതാധിപനെക്കുറിച്ച് അത് ഓൺലൈനിലെ സന്ദേശമായി കയറി വന്ന വചനങ്ങളാണ്. അതാണ് 7:5 ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്, ശതാധിപൻ്റെ ഒരു വിശ്വാസം. ഇനി അതിൻ്റെ അതേ റാങ്കിലുള്ള വിശ്വാസം വരുന്നത് രാജസേവകൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തണം. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്, 4-ാം അധ്യായത്തിൽ 50-ാമത്തെ തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. യേശു പറഞ്ഞ ആ വാക്ക് പറഞ്ഞ്, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. രാജസേവന്റെ ഭൃത്യന് പനിയാണ്, കടച്ചിലായ പനിയാണ്, മരണകരമായ പനി. അപ്പോൾ യഹൂദ അധികാരികൾ വിളിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് വിടുന്നൊരു ഭാഗമാണിത്. അതായത് ഈ വിഷയത്തിലെ 50 വരണ വചനം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഇതിലെന്നാ പറ്റിയത്? 51 പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യനെതിരെ വന്നു. അപ്പം പിന്നെ ചോദിക്കണത് ഏത് സമയത്താണ് അവൻ സൗഖ്യം പ്രാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈശോയെ കണ്ട് ഈശോ പറഞ്ഞു. ഈശോ എന്താ പറഞ്ഞു? 4:49 അതാണ് ഈശോ പറഞ്ഞ വാക്ക് ഉള്ളത്. യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാക്കതാണ്, യേശു പറഞ്ഞ വാക്കതാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അപ്പോൾ ഇവിടെ വരുന്ന വിഷയം, നമ്മളിതൊക്കെ ഒത്തിരി കേട്ടവരാണ്, പക്ഷെ കേട്ടതല്ല പ്രശ്നം. കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണത്, കർത്താവിയുടെ വചനം വിശദീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഞാൻ ഇന്നുവരെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈശോ തന്നെ നേരിട്ട് പറയണം. വചനം വായിക്കുമ്പോൾ ഈശോ വെളിപാട് നൽകണം, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് ഈശോ വെളിപാട് നൽകണം. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് നമ്മൾ ഈശോയെ ആശ്രയിച്ചാണ് ആൾക്കാരെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ 2 വിശ്വാസം നമുക്ക് കിട്ടി. എന്താണ്? ഒന്ന് രാജസേവകൻ്റെ, ഒന്ന് ശതാധിപൻ്റെ. ഈ ശതാധിപൻ, ഈ രാജസേവകൻ്റെ വിഷയം കണ്ടോ? 4:49 അവൻ്റെ ഭൃത്യനോട് പറയണ ഇതാണ്: പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണത്? എങ്ങനെയാണ് വചനം ആക്ടിവേറ്റ് ആകണം? ഇപ്പോൾ മൊബൈൽ ആക്ടിവേഷൻ നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വചനമെല്ലാം ഇതുപോലെ ആക്ടിവേഷൻ ഉണ്ടാകുകയാണ് നമ്മൾക്ക്. പക്ഷേ അതിന് നമുക്കതിൻ്റെ കൂടെ അറിയണം. വിശ്വാസത്തിനൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസം ഒരു വ്യക്തിക്ക് വരുമ്പോൾ
ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയത്തില്ലേ, എന്താണ് ഒരു 200 വാട്ടാണ് എങ്കിൽ സ്റ്റെപ്പ് അപ്പിൽ കയറ്റി വരുമ്പോൾ അത് ചിലപ്പോൾ 400 ഡെവലപ്പ് ചെയ്യും. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കർത്താവിൻ്റെ വചനത്തിനെ ഇരട്ടിക്കരിക്കണ ഒരു സംവിധാനമുണ്ട്. അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള എളിമ, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തിന് ഓപ്ഷൻ വെക്കാത്ത അവസ്ഥ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ കയ്യിരിക്കണ എല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. ദൈവം ഒരു 200 വോൾട്ട് നമ്മളെ കയറ്റിയാൽ ഇത് കയറി ഇറങ്ങുമ്പോൾ ഉടനെ ഇത് 100 വാട്ടായിട്ട് കുറയും. എന്താണ്? ഓരോ വ്യക്തികളുടെ കൈ ഉള്ളിലിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. എന്താ കാര്യത്തിൽ ഇവർ ഓപ്ഷൻ വെക്കും. അതാണ് പ്രശ്നം. ഓപ്ഷൻ വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനെ നമ്മൾ യേശു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, വേറെ എന്തെങ്കിലും എന്ന സംവിധാനത്തിൻ്റെ ഓപ്ഷൻ ഉള്ളിൽ വെക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഡിവൈൻ പവർ ട്രാൻസ്ഫോമറിൻ്റെ കൂട്ടത്തിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ വെക്കാത്തതാണ് ശരിക്കും സ്റ്റെപ്പ് അപ്പ് ആയിട്ട് വരുന്നത്. ഇപ്പം ശതാധിപനോട് എൻ്റെ രാജസേവകൻ്റെ ഭൃത്യനോട് അവരോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്ത് ആ വാക്ക് അവൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് അപ്പായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും ഈ സ്റ്റെപ്പ് അപ്പ് ഉണ്ട്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന്, ഓപ്ഷൻ ഇല്ല. ഇപ്പം ദാവീദിൻ്റെ ഈ സ്റ്റെപ്പ് അപ്പ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ദാവീദിൻ്റെ ആ ഉരുളൻ കല്ലിലാണ്. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറയുന്ന കുറച്ച് വചനങ്ങളുണ്ട്. എന്താണ് ദാവീദ് പറയുന്നത്? ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, എനിക്ക് ഓപ്ഷൻ ഇല്ലെന്ന് പറയും. നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുതിര ഒരു ഓപ്ഷനാണ് നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് ഓപ്ഷൻ ഇല്ല. അവിടെയാണ് വിഷയം. പത്രോസ് യേശുവിനെ അവതരിപ്പിക്കുക പറയും, നോ ഓപ്ഷൻ പ്ലീസ്, മറ്റൊരുവൻ രക്ഷയില്ല. ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇതാണ്. കാര്യം ചില ദൈവശാസ്ത്രന്മാരെങ്കിലും യേശുവിന് ഓപ്ഷൻ വെക്കുന്നുണ്ട്. അവരാണ് എല്ലാം ശരിക്കാരുണ്ടല്ലോ, എല്ലാം ശരിയാണെന്ന് പറയും. ഓപ്ഷനാണത്. ദാവീദ് പറഞ്ഞു, നോ ഓപ്ഷൻ. നിൻ്റെ കയ്യിൽ കുതിര ഉണ്ടാകാം, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യണതെന്ന് പറയും. നിൻ്റെ പരിചകൾ 700 ഷെക്കലാണ്, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്നതാണ്. നിൻ്റെ കുന്തത്തിന് 13 അടി നീളം ഉണ്ടാകാം, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഇത് ഒരു വിശ്വാസി എക്കാലവും പ്രഖ്യാപിക്കാൻ ബാധ്യതയാണ്. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാകാം, പക്ഷേ വി വിൽ നോട്ട് മൈൻഡ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ എതിർപക്ഷത്ത് സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളുടെ സഭയുടെ വേഷം കെട്ടിയുടെ വൈദികരുണ്ടാകാം, പക്ഷേ വി ഡോണ്ട് മൈൻഡ്. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാമെന്ന് പറയത്തില്ലേ? സംഗീതം എന്താ പറയുന്നത്? ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യൻ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസിൻ്റെ അനുസ്വാതന്ത്ര്യം ഉണ്ടായത്. നീ പോടാ, ഇതൊന്നും കാണിച്ച്, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് എൻ്റെ അടുത്ത് വരട്ടണ്ട. ഞാൻ കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. നീയൊക്കെ എൻ്റെ തലയിൽ കല്ല് വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ തലയൂട്ടി പൊട്ടിക്കുമ്പോഴും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് കാഴ്ച എന്നറിയാവോ? ഈ കാഴ്ച നീ കാണണമെങ്കിൽ ഒരു 10,000 ജന്മങ്ങളെ ഈ ഭൂമി ജനിക്കേണ്ടി വരും. ഞാൻ എന്താ കാണുന്നത്? സ്വർഗം തുറന്നിരിക്കണേ ഞാൻ കാണുന്നുണ്ട്. ആരാണ് പറഞ്ഞത്? സ്റ്റീഫൻ പറഞ്ഞതാ.